നമസ്കാരം. സാധാരണ ഞങ്ങളെപ്പോലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ കയറാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അഥവാ കിട്ടിയിട്ടുള്ള ഒരവസരം പ്രളയകാലത്താണ്. ആ സമയത്തല്ലാതെ ഇതുപോലെ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മതവിദ്വേഷങ്ങൾ നടക്കുന്ന ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ പള്ളിക്കകത്ത് കയറാനും ഈ പ്രസംഗം കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അലിയാർ ഉസ്താദിൻ്റെ പ്രസംഗവും അലിയാർ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തതിൽ പ്രത്യേകം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലും മറ്റും പ്രവർത്തിക്കുന്ന മുസ്ലിം പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മയാണ് അമിറ്റി ഫോറം. അമിറ്റി ഫോറത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പൺ മസ്ജിദ് എന്ന ഒരു കൺസെപ്റ്റ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സഹോദരന്മാരുമായി നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇതുവരെ പള്ളിയിൽ കയറാൻ ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല. പള്ളിയിലകത്ത് എന്താണ് എന്ന ഒരു ധാരണ പോലും പലർക്കുമില്ല. ഈ ഒരു ചർച്ചയിൽ നിന്നാണ് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പള്ളിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചത്. അത് പള്ളി കമ്മിറ്റിയുമായും അവിടുത്തെ ഖത്തീബ് ജമാൽ പാനായ്ക്കളുമായൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സന്തോഷകരമായ ആവശ്യകരമായ പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത്. അങ്ങനെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കും. അതിൽ മുഖ്യ പ്രഭാഷകനായി ആരെ നമ്മൾ വിളിക്കും, ക്ഷണിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഉത്തരം തൊട്ടടുത്ത പടമുകൾ മഹല്ലിലെ ഖത്തീബായ അലിയാർ ഖാസിമിയായിരുന്നു. പക്ഷേ എന്നാൽ അദ്ദേഹം നമുക്ക് നമ്മുടെ പരിപാടിയിൽ വരുമോ ഇല്ലേ എന്ന് ചെറിയ ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയമായി നമ്മൾ സംസാരിക്കുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പരിപാടി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ സംഗമത്തിൽ സന്നിഹിതനായിട്ടുള്ള ഈ പള്ളിയുടെ ഖത്തീബ് ഇമാം കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ജമാൽ പാനായിക്കുളം, ഈ സമന്വയ സംഗമം സംഘടിപ്പിക്കുന്നതിന് ഹൃദയവിശാലത കാട്ടിയ ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരായിട്ടുള്ള സഹോദരങ്ങളെ, ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങളെ, അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഈ സംഗമത്തിന് സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. സാധാരണ പള്ളികളുടെ ഉള്ളിൽ അഭിസംബോധന ചെയ്യാറുള്ളത് മുസ്ലിം പള്ളിയിലാകുമ്പോൾ മുസ്ലിം പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് സാധാരണ പള്ളിക്കുള്ളിൽ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കാറുള്ളത്. ഇന്നത്തെ ഈ സദസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ സംഘാടകരിൽ നിന്നറിയാൻ കഴിഞ്ഞത് ശരിയാണെങ്കിൽ, മുസ്ലിങ്ങൾ ആയി അറിയപ്പെടുന്നവർ മാത്രമല്ല, അല്ലാത്ത നമ്മുടെ ഇതര സമൂഹത്തിലെ സമുദായങ്ങളിലെ സഹോദരങ്ങളും ഇവിടെ ഈ പള്ളിക്കുള്ളിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണിത്. ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇതിൻ്റെ സംഘാടകർ പള്ളിക്കുള്ളിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു ചെറുതെങ്കിലും ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടകർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഒരുപക്ഷെ അതിൻ്റെ മാഹാത്മ്യവും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് അല്ലെങ്കിൽ അതിൻ്റെ ശിരസ് എക്കാലവും ഉയർന്നു നിന്നതും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ വിശേഷതയിലാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു ഒരുമ. നാം പലരാണ്, പല വിശ്വാസങ്ങളാണ്, പല മതവിഭാഗങ്ങളാണ്, പല ആചാരങ്ങളാണ്, പല അനുഷ്ഠാനങ്ങളാണ്. എന്നാൽ ഇതെല്ലാം ആയിരിക്കുമ്പോഴും നാം മനുഷ്യർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഭാരതീയർ എന്നുള്ള നിലയിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് സങ്കല്പിക്കുകയും ആ ഒരുമയെ മനസ്സാ വരിക്കുകയും താലോലിക്കുകയും ആ ഒരുമയ്ക്ക് വേണ്ടി ആകാവുന്ന അളവുകളിലെല്ലാം നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ലോകത്തെ അത്ഭുതാവഹമായ ഒരു ജനസഞ്ചയമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇന്നൊരുപാട് തെറ്റിദ്ധാരണകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല മതങ്ങളായി, പല ജനവിഭാഗങ്ങളായി പോയവർ, അവർക്ക് തമ്മിൽ യോജിക്കാൻ ഒരു പഴുതുമില്ല എന്ന വിധത്തിലാണ് സമീപകാലത്ത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അടുക്കാൻ കഴിയില്ല, അവർക്ക് ചേർന്നിരിക്കാൻ കഴിയില്ല, അവർക്ക് മുഖത്ത് നോക്കാൻ കഴിയില്ല, അവർക്ക് ചിരിക്കാൻ കഴിയില്ല, അവർക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അവരുടെ ആരാധനാലയങ്ങളിൽ
പരസ്പരം കയറാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, എന്തൊക്കെയോ നിഗൂഢതകളുടെ അവരാകത്തുകയാണ്, സങ്കേതമാണ് ആരാധനാലയങ്ങളെന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ വളരെ ഒന്നുമില്ല. സത്യത്തിൽ ഈ മതവിഭാഗങ്ങൾക്കിടയിൽ എന്താ ഒന്നുമില്ല. ഒരു അകറ്റി നിർത്തപ്പെടുന്ന ഘടകങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല. മനുഷ്യരെ അകറ്റി നിർത്തുന്ന ഒരു ഘടകവുമില്ല. എന്നിട്ടും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ മാത്രമല്ല, ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലും, ശരിയായ ഒരു ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ ഒരു ചർച്ചിലും, ശരിയായ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചർച്ചിലും ഭയപ്പെടേണ്ടതായ ഒന്നുമില്ല. ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാലും എന്തോ ഒന്നുള്ളതുപോലെ ആർക്കും അന്യോന്യം കയറാൻ പാടില്ലാത്ത, ഇറങ്ങാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ നിഗൂഢതകളെ ഉള്ളിലൊളിപ്പിച്ച ഒരു സങ്കേതമായി പള്ളികൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പദപ്രയോഗമാണല്ലോ ഭീകരത എന്ന്, അല്ലേ? ഭീകരതയുടെ സങ്കേതമാണ്, ആസ്ഥാനമാണ് പള്ളികളെന്നൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പള്ളി എന്ന് കാണാനും അതുപോലെ തന്നെ അറിയാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് എന്ന് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിൻ്റെ പേരിലാണ് നമുക്കിങ്ങനെ ഒരു ചെറിയ സംഗമം സംഘടിപ്പിക്കാനിടയായത്. ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മകൾ ഇവിടെ ഈ കയറി വന്ന നമ്മുടെ കൂട്ടുകാർ വന്നതിൻ്റെ പേരിൽ ഈ പള്ളി എന്താണോ മുമ്പുണ്ടായിരുന്നത്, ഇന്നലത്തെ അതേ പള്ളി തന്നെ ഇത്. ഇന്നലെ ഉള്ള ഒരു സാധനവും ഇതിനകത്ത് അധികമായിട്ടില്ല, ഇല്ലാത്ത ഒന്നും. ഇന്നലെ ഉള്ള ഒരു സാധനം ഇതിനകത്ത് പുറത്തു പോയിട്ടുമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം പള്ളി എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ പള്ളിയിൽ 10-25 വർഷമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒന്നും പുറത്തും പോയിട്ടില്ല, ഒന്നും അകത്തേക്കും വന്നിട്ടില്ല. ഇതാണ് പള്ളി. ഈ പള്ളിയിൽ എന്താണുള്ളത്? സത്യത്തിൽ മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ വയ്ക്കുന്ന പോലെ ഒരു ബിംബം പോലുമില്ല, ഒന്നുമില്ല, ഒരു ശൂന്യത. ഈ തുറന്ന ഒരു ലോകത്തെയാണ് സത്യത്തിൽ നമുക്കിടയിൽ ഇന്ന് തെറ്റായി ധരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമുക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ ഹിന്ദു വരാത്തത്, ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിൽ മുസ്ലിം പോകാത്തത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ആരാധനാലയത്തിൽ മറ്റുള്ളവർ പോകാത്തത്? അതിനാവശ്യമല്ലാത്തതുകൊണ്ട്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആവശ്യം വരുമ്പോഴല്ലേ പോവുക. എൻ്റെ വീട്ടിൽ എന്താ എൻ്റെ അയൽക്കാരൻ വരാത്തതെന്ന് വെച്ചാൽ അവനൊരു ആവശ്യമുള്ളപ്പോഴാണ് വരിക, വെറുതെ ഒരു വരവില്ല. അങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമേ പോകാറുള്ളൂ. മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ മുസ്ലിമിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവൻ ഏകനായ അള്ളാഹുവിനോട് ആരാധിക്കുമ്പോൾ, ഏകനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയ്ക്ക് ആ ഏകതാരാധനയുമായി ബന്ധപ്പെട്ട അതിൻ്റെതായ ചില വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളിലൂടെ ഏകദൈവത്തെ അവൻ ആരാധിക്കുന്നത് അവൻ അങ്ങനെ തന്നെ ആരാധിക്കട്ടെ. ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെതായ ചില ആരാധനാ കർമ്മങ്ങളും ചടങ്ങുകളും ഉണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ ആരാധിക്കപ്പെടാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു, അവൻ ഇവിടെ പോകുന്നു. ഇത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനൊരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗം നടത്തുക. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ വയ്യെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് പരിപൂർണമായിട്ട് യോജിക്കുകയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന ആളാണ്. ഞാൻ മുസ്ലിം പള്ളികളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കും. ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കും. ഹിന്ദു ദേവാലയങ്ങളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഹിന്ദു ദൈവങ്ങൾ, ദേവിയായാലും ദേവനായാലും അതിനെ ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എൻ്റെ രീതി പണ്ട് മുതലേ, ആദ്യകാലത്തിൻ്റെ ജന്മം മുതലേ ഒരു പ്രത്യേകതയാണ്. നമുക്കെല്ലാവർക്കും ദൈവവിശ്വാസം എന്നും ഗുണം ചെയ്യുന്നതാണ്. ഏത് അന്ധവിശ്വാസികൾക്കും, ഏത് യുക്തിവാദികൾക്കും, ഏത് നിരീശ്വരവാദിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരഭക്തി ഉണ്ടെന്നുള്ളതാണ് സത്യം. ബാക്കിയെല്ലാം അവരുടെ അഭിനയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ഒരു രോഗശൈലിയിലാകുമ്പോൾ ദൈവമേന്ന് വിളിക്കാത്ത ആരുമില്ല. ഒരു യുക്തിവാദിയില്ല, ഒരു നിരീശ്വരവാദിയില്ല. വിളിച്ചു പോവും. നമുക്കറിയാമല്ലോ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത്. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ എല്ലാവരും ഒന്ന്, എല്ലാ മതസ്ഥരും ഒന്നായിട്ട്, ഹിന്ദുവെന്നോ ക്രിസ്തുവെന്നോ മുസ്ലിമെന്നുള്ള വ്യത്യാസം കൂടാതെ ഒരു മതമെന്നോ മറ്റു മതങ്ങൾ, എല്ലാ മതങ്ങളെയും ഒരേപോലെ കണ്ട് എല്ലാവരും ഒന്നുപോലെ
പരസ്പരം സ്നേഹിച്ച് കഴിയുന്നു. ഓക്കെ. ഇന്നിപ്പോ ഒരു നാട്ടിലൊരു പള്ളി വരുന്നു എന്ന് കേട്ടാൽ ആളുകൾക്ക് പേടിയാ. പള്ളി വരുന്നെന്ന് കേട്ടാൽ ഇതര മതസ്ഥർക്ക് പേടിയാ. ഒരു ക്ഷേത്രമാ വരുന്നെന്ന് കേട്ടാൽ മുസ്ലിമിന് പേടിയായി. ഒരു ചർച്ച് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ മറ്റു മതസ്ഥർക്ക് പേടിയായി. എന്തിനാണ് നാം പേടിക്കുന്നത്? ഇതൊക്കെ സർവശക്തനായ സർവേശ്വരനായ പ്രപഞ്ചകർത്താവായ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും വിശ്വപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിശ്വംഭരനായ, അതെ, ആ പടച്ച തമ്പുരാനെ, പടച്ചവനെ, ഞാൻ പറയുന്നു പടച്ചവൻ എന്ന്. എല്ലാവരും പറയാറുണ്ട് എൻ്റെ പടച്ചവനെ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്ന ഒരു പേരെന്താണ്? പടച്ചവനെ എന്ന് വിളിക്കുക. എന്താ പടച്ചവൻ? ആരാണോ പടച്ചു അവനാണ് പടച്ചവൻ. പടപ്പിനെ പടച്ചവൻ ആരാണോ അവനെ പടച്ചവൻ, അല്ലേ? പടച്ചെങ്കിലാണ് പടച്ചവനാവുക. ശൂന്യതയിൽ നിന്ന് നമ്മയൊക്കെ അണു മുതൽ, അല്ലേ, പരമാണു മുതൽ പരകോടി ഗോളങ്ങളെ വരെ പടച്ചവൻ ആരാണോ അവനെ പടച്ചവൻ, അവനാണ് കർത്താവ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്, അല്ലേ? വൺ ഹു ക്രിയേറ്റ്, ഹീസ് ക്രിയേറ്റർ. ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിന്റെ അതേ പദമാണ് മലയാളത്തിൽ കർത്താവ്. ആ വാക്കുകളിൽ നിന്ന് തന്നെ, അക്ഷരങ്ങളിൽ നിന്ന് തന്നെ കർത്താവ് എന്ന്. അപ്പോ ആ ക്രിയേറ്റർ ആരാണോ ഇതിനെ, ഏത് കർത്താവ് എന്ന് പറയുമ്പോൾ ഒരു കൃതി ഉണ്ടാവും. ഏതാണ് ആ കൃതി? ഒരു കൃതി എല്ലാറ്റിനും മുമ്പേ, കൃതിക്ക് മുമ്പേ കർത്താവ്, അല്ലേ? ആ ഒരു സങ്കല്പത്തിൽ ഒരു കൃതി. ഇപ്പൊ ബിന്യാമീൻ ആടുജീവിതം എഴുതി, ആദ്യം ബിന്യാമീൻ പിന്നെ കൃതി, ആടുജീവിതം മുമ്പേ പിന്നെ ബിന്യാമീൻ, അങ്ങനെയില്ലല്ലോ. അങ്ങനെ ഒരു കൃതിക്ക് മുമ്പേ ഉള്ളവൻ കർത്താവ്. മൊത്തമായി പ്രകൃതിയാകുന്ന കൃതിക്ക് മുമ്പേ ഉള്ള ഒരു കർത്താവ്. ആ കർത്താവിനെയാണ് ക്രിസ്ത്യാനി കർത്താവ്, ക്രിയേറ്റർ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് മുസ്ലിം പടച്ചവൻ എന്ന് വിളിക്കുന്നത്, അള്ളാഹ് എന്ന് വിളിക്കുന്നത്, ഖാലിഖ് എന്ന് വിളിക്കുന്നത്. ആ ശക്തിയെ തന്നെയാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഹിന്ദു ആദി പരാശക്തി എന്ന് വിളിക്കുന്നത്. ആദി പരാശക്തി എന്ന് ഹിന്ദു വിളിക്കുന്നതും അതിനെ തന്നെയാണ്. ചിലരൊക്കെ ദഹിച്ചു പോകാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പലപ്പോഴും സ്വാമിമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. അവസരങ്ങൾ വേദികളിലും കിട്ടാറുണ്ട്, അല്ലാതെയും കേൾക്കാറുണ്ട്. ഒരു നല്ല 1-2 സ്വാമിമാരിൽ നിന്ന് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് കേട്ടു. ഏകം സത് തൽ വിപ്രാഹ ബഹുധാവദന്തി. ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി എന്ന് നമ്മൾ പെട്ടെന്ന് പറയും. എന്താണ് ഏകമായ ശക്തി? ആ ശക്തി അതാണ് സത്യം. ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി. വിദ്വാൻമാർ അതിനെ പലതായി വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സ്വാമി പറയുന്നു, ഇതാണ് യഥാർത്ഥം. യഥാർത്ഥത്തിൽ എല്ലാ മതത്തിലുമുള്ളത് ഏകദൈവത്വമാണെന്ന് ആ ഗംഭീരമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനിടയിൽ ആ സ്വാമി പറയുകയുണ്ടായി. ഞാനിത് പറയുന്നതിനെന്ന് ചോദിച്ചാൽ ഏകദൈവം അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കരുത് എന്നുള്ള ഇസ്ലാമിക വിശ്വാസത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ പറയല്ല. പഠിക്കുമ്പോൾ ഹൈന്ദവതയിലും ക്രൈസ്തവതയിലെ കർത്താവും ഹൈന്ദവതയിലെ ആദിപരാശക്തിയും ഇസ്ലാമിലെ ഏകദൈവം എന്ന് പറയുന്ന അള്ളാഹു അഥവാ പടച്ചവനും എല്ലാം സത്യത്തിൽ ഒന്നാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ദൈവം എന്ന് പറയുന്ന ആ പരാശക്തിയെ നമ്മൾ കാണുമ്പോൾ, ബാക്കിയുള്ള മുഴുവൻ പേർക്കും പരാശക്തി ആയിരിക്കേണ്ട, മുഴുവൻ പടപ്പുകൾക്കും പരാശക്തിയാകേണ്ടവൻ അവൻ ഇവയ്ക്കൊക്കെ ജന്മം നൽകിയ അതിൻ്റെ ക്രിയേറ്ററാണ്, അതിൻ്റെ കർത്താവാണ്, അതിൻ്റെ പടച്ചവനാണ് എന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ ദൈവത്തെ കാണുകയും പിന്നെ അതിനെ പല ഭാവങ്ങളിൽ വിദ്വാൻമാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഇസ്ലാം പറയുന്നു അങ്ങനെ അവതരിപ്പിക്കരുത് ദൈവത്തെ എന്ന്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്താണോ അതിന്റെ ഒറിജിനൽ അങ്ങനെ അവതരിപ്പിക്കാവൂ. അതിന്റെ ഭാവങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ ഏകം മറന്നു പോകുമെന്നുള്ളതാണ് അതിന്റെ. ഏകം വിട്ട് മറ്റൊന്നും ആ യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടേക്കും. അങ്ങനെ യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനത്ത് വേറൊന്നും ഇല്ലെന്ന് നമ്മുടെ സ്വാമിമാരൊക്കെ പറയുമ്പോഴും യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനത്ത് യഥാർത്ഥ ദൈവം അല്ലാത്ത വസ്തുക്കൾ, അവന്റെ വിവിധ ഭാവങ്ങളെ വിദ്വാൻമാർ പലതായി അവതരിപ്പിച്ച അവന്റെ വർണ്ണങ്ങളെ, അവന്റെ വിശേഷണങ്ങളെ, അവന്റെ ഗുണങ്ങളെ യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ ഇടം പിടിച്ചു പോകും. അതുകൊണ്ട് യഥാർത്ഥ ദൈവമായി തന്നെ ഇരിക്കട്ടെ, അതിനെ പലതായി അവതരിപ്പിക്കരുത് എന്ന കാര്യത്തിൽ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. പക്ഷെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ അവതരിപ്പിച്ചാലും ഏകദൈവം തന്നെയാണ് എന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു. ഇതാണ് അക്കാര്യത്തിലുള്ള ഒരു വീക്ഷണം. പക്ഷേ യഥാർത്ഥത്തിൽ ഏകദൈവമാണ്. ഈ ദൈവത്തിന്റെ സൃഷ്ടികളായ സമസൃഷ്ടങ്ങൾ നമുക്കിടയിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണൊരു വിയോജിപ്പ്? യേശു ഈശ്വരൻ അല്ല ഇത്യാദി വിളിയെല്ലാം ഏകനാം ദൈവത്തിന്റെ ചെവികളിൽ എത്ര. ഒരു കവിത ഞാൻ കേട്ടിട്ടുണ്ട്. ഏകനാം ദൈവത്തിന്റെ തൃച്ചെവികളിൽ എത്ര. ആ ഏകൻ അനേകത്വമില്ലാത്ത കാലത്തോളം നമ്മൾക്കിടയിൽ എന്താണ് ഒരു അന്തരം എന്ന് ചോദിക്കുന്ന ആ മഹാകവികൾ
അവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുസ്വത്ത്. അവരൊക്കെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വലിയ സന്ദേശങ്ങളാണ്. മനുഷ്യർക്കിടയിൽ അകലം പാടില്ല എന്ന സന്ദേശമാണ്. പക്ഷേ നമുക്കിടയിൽ എന്തുകൊണ്ടെന്നറിയില്ല ഓരോ മതങ്ങളും ഓരോ പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകളായി മാറി. ആ മതത്തെപ്പറ്റി ചുറ്റിപ്പറ്റി വലിയ വലിയ ആസ്ഥാനങ്ങൾ ഉയർന്നു. അതിനെ ഉപജീവിച്ചുകൊണ്ട് പലരും അവരുടെ ഉപജീവനത്തിന് വഴികൾ കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ എല്ലാ മതത്തിൻ്റെയും ഞാൻ പറയുന്നത്, ഇസ്ലാമിൻ്റെ അടക്കം, ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഉപജീവനത്തിൻ്റെ ഉപാധിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പള്ളി എന്ന് പറയുന്ന അവരുടെ സ്വകാര്യ സ്വത്താണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അങ്ങനെ ആക്കി തീർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ അകലം പാലിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പള്ളികളിലുള്ളത് എന്താണെന്നറിയാൻ മറ്റുള്ളവർക്കും, അമ്പലങ്ങളിലുള്ളത് എന്താണെന്നറിയാൻ മുസ്ലിം അടക്കമുള്ള മറ്റുള്ളവർക്കും, ചർച്ചുകളിലുള്ള അറിയാൻ കഴിയാതെ പോയപ്പോൾ അന്നാസു അഅദാ ഉല്ലിമാ ജഹിലു, മനുഷ്യർ അറിയാത്തതിൻ്റെ ശത്രുവാണെന്ന് റബ്ബിയിൽ അർത്ഥവാക്യമുള്ളതുപോലെ അറിയാത്തതിൻ്റെ ശത്രുക്കളായി നമ്മളെല്ലാവരും മാറി. ഹിന്ദുവിനെ എനിക്കറിയില്ല, ഞാൻ ഹിന്ദുവിൻ്റെ ശത്രുവായി. ക്രിസ്ത്യാനിയെ എനിക്കറിയില്ല, ഞാൻ ക്രിസ്ത്യാനിയുടെ ശത്രുവായി. മുസ്ലിമിനെ മറ്റുള്ളവർക്കറിയില്ല, അവൻ മുസ്ലിമിൻ്റെ ശത്രുവായി. അറിഞ്ഞാൽ അവസാനിക്കുന്ന ശത്രുവുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസത്തിനെതിരായ മറ്റുള്ള ആളുകളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, അതുകൊണ്ട് അവരെയൊന്നും അത്രയ്ക്കൊന്നും വേണ്ട എന്നൊരു സങ്കല്പം. പക്ഷെ ഞാൻ മതം പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. കാരണം എന്നെ മതം പഠിപ്പിക്കുന്ന അതാണ്. എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ അയലത്ത് താമസിക്കുന്നവൻ്റെ മതം പരിഗണിക്കണ്ട, അവൻ മനുഷ്യനാണെന്ന് പരിഗണിച്ചാൽ മതി. എൻ്റെ അയലത്ത് താമസിച്ചിരുന്നത് ഒരു വശത്ത് താമസിച്ചിരുന്നത് രവിചേട്ടനാണ്, അപ്പുറത്ത് താമസിച്ചത് പാപ്പച്ചൻ ചേട്ടനാണ്, അപ്പുറത്ത് കുഞ്ഞുമേതയും കാക്കയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു സൗഭാഗ്യമാണ്, ഒരു സൗരഭ്യമാണത്. നമുക്ക് അന്യോന്യം അറിയാനും കാണാനും ഉള്ള അവസരമാണത്. അതുകൊണ്ട് നമുക്ക് അന്യതാബോധമില്ല. ഈ അന്യതയില്ലാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും പിന്നീട് പല സദസ്സുകളിലും പോകുമ്പോൾ, പല ആത്മീയ ആചാര്യന്മാരുമായി ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്കൊരിക്കലും ഒരു അകലം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കിയാൽ അന്ന് ഒരു ഇറച്ചിയോ ഒരു മാംസക്കറിയോ അല്ലെങ്കിൽ ഒരു മത്സ്യക്കറിയോ ഒക്കെ അന്നൊക്കെ കുറവാണ്. അതൊക്കെ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണമായ ഇന്നലകളിലൂടെ കടന്നു വന്ന ജനമാണ്. അന്നൊക്കെ നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരുന്നു. പങ്കുവയ്ക്കാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും സ്വയം പര്യാപ്തതയിലായതോടെ സെൽഫിഷ്നെസ് കൂടി, ആർക്കും ആരെയും വേണ്ട എന്നൊരു തോന്നലൊന്നും. അത്രയുള്ള കാര്യം വേറൊന്നുമില്ല. പ്രളയം വന്നപ്പോൾ എന്താ ഇതെല്ലാം മറന്നുപോയേ? മറ്റൊരുത്തൻ്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാമെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ അകലവും മാറിപ്പോയായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇച്ചിരി സ്വയം പര്യാപ്തത ദൈവം തന്ന് പരീക്ഷിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് കമ്പാർട്ട്മെന്റ് സൃഷ്ടിച്ചു. ഇതാണ് സംഭവം. ഒരിക്കലും കയറില്ലാത്ത പള്ളിയിലൊക്കെ ഹിന്ദുക്കൾ വന്ന് കയറി അവർ സന്തോഷമായിട്ട് വാർത്തു. അതുപോലെ തന്നെ ക്ഷേത്രമുറ്റത്തും മുസ്ലിങ്ങൾ ചെന്ന് താമസിച്ചു. ചർച്ചുകളിൽ അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങളിലൊക്കെ എല്ലാവർക്കും അഭയമൊരുക്കി. എന്തായിരുന്നു പ്രശ്നം? നമുക്ക് പങ്കുവയ്ക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോൾ പങ്കുവയ്ക്കാതെ ജീവിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് തടസ്സം നിൽക്കാത്ത മതം പങ്കുവയ്ക്കാതെ ജീവിക്കാൻ കഴിയുമ്പോഴും തടസ്സമാകരുത് എന്നല്ലേ നാം കാണേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിലുള്ളൂ. അപ്പൊ എവിടെയാണ് പ്രശ്നം വന്നത്? ഞങ്ങളാണ് ഇപ്പൊ സെറ്റപ്പിലാണ്, ഞങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല എന്ന ഒരു സങ്കല്പത്തിൽ ഞങ്ങൾ വലുതാകണം നിങ്ങളെക്കാളെന്ന ഈ സ്വാർത്ഥമോഹത്തിൽ നിന്ന്, ഈ സെൽഫിഷ്നെസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം മതത്തിന്റെ അതെല്ലാം വെച്ച് കെട്ടുന്ന അവസാനം മതത്തിന്റെ മണ്ടയിലാണ് എന്ന് പറഞ്ഞാൽ ഓർത്തു പോകും. എല്ലാ മതാചാര്യന്മാരും ആരെയും തൊടരുത്, തീണ്ടരുതെന്നാണ് പഠിപ്പിച്ചതെന്ന്. നമ്മുടെ രാജ്യത്ത് തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മതാചാര്യന്മാർ പഠിപ്പിച്ചത് മതത്തിന്റെ അന്തസത്തയെ ചൂഷണം ചെയ്ത് ചില പ്രത്യേക ശക്തികൾ വളർന്നപ്പോഴുണ്ടായതാണത് അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ അതിനെ അതിജീവിച്ചത്. യഥാർത്ഥത്തിൽ മതത്തിന്റെ മൗലിക സങ്കല്പങ്ങൾക്ക് തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഹിന്ദു ഇന്നും തീണ്ടലും തൊടിയിലായിട്ട് പോകില്ലായിരുന്നോ? എന്താ അതിന്റെ കാര്യം? തീണ്ടലും തൊടിയിലും സ്വാർത്ഥന്മാർ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനെ മറികടക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? മതത്തിന്റെ അന്തസത്തയിൽ അതില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഹൈന്ദവതയിലും യഥാർത്ഥത്തിൽ അതില്ല. ഉണ്ടെങ്കിൽ ഇന്നും തീണ്ടലും തൊടിയിലും കേരളത്തിൽ നിലനിൽക്കണ്ടേ? ഏറ്റവും കൂടുതൽ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന എന്താ ഇപ്പൊ തീണ്ടലില്ലാത്ത, എന്താ തൊടിയിലില്ലാത്ത? അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിനകത്ത് കടന്നു വന്ന തെറ്റായ ഒരു ആചാരമാണ്. മതത്തിന്റെ അന്തസത്തയ്ക്ക് അത് ചേരാത്തതാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും ഒന്നാകാൻ കഴിയുന്നതല്ലാത്ത ഒരാശയവും നമ്മുടെ മജാതാചാര്യന്മാർ പഠിപ്പിച്ചിട്ടില്ല എന്ന സന്ദേശം നമ്മളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടെ ജീവിച്ച ഒരു കുഴപ്പമില്ല. എല്ലാ മതാചാര്യന്മാരും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പങ്കുവെച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനൊന്നും ഓർക്കും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ എൻ്റെ കൈകളിലടക്കം ചെറിയൊരു കുമ്പിളിലാക്കി ഒരൽപ്പം ഇറച്ചിക്കറി വെച്ച രവിചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നുവിടും, അല്ലെ പാപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നുവിടും. അപ്പൊ ഞാൻ ഓർക്കും, എന്തിനിത്? നമുക്കത്ര സന്തോഷമൊന്നും തോന്നുള്ളൂ, ചെറുപ്പമല്ലേ. പക്ഷെ എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ്, എൻ്റെ വാപ്പ
എൻ്റെ വീട്ടിൽ പറയുന്നതും പിന്നെ ഞാൻ പഠിച്ചു അത്. ഇദാ തബഖ്ത മിർഖ ഫഅക്സിർ ജാറഹ വതആഹദ് ജീറാനക. ഇത് ഹദീസിലുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ഇദാ തബഖ്ത മിർഖ, നീ വീട്ടിലൊരു കറി വെച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇദാ തബഖ്ത മിർഖ ഫഅക്സിർ മാഅഹ, അതിന്റെ ചാറ് നീ പെരുപ്പിക്കണം. അതിന്റെ ചാറ് നീ പെരുപ്പിക്കണം. എന്തിനാണെന്നറിയോ? അത് നിന്റെ കറിയുടെ രുചി കുറയും. പക്ഷേ വതആഹദ് ജീറാനക, നിന്റെ അയൽക്കാരനെ നീ അതിൽ പങ്കു ചേർക്കുകയും ചെയ്യുക എന്ന്. നോക്കണേ, ഇത് നബിക്ക് പറയാമെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തവൻ മുസ്ലിമാകുന്നത് എങ്ങനെയാ? ഇത് ചെയ്യാത്തവൻ മുസ്ലിമാകുന്നത് എങ്ങനെയാ? എന്നിട്ട് ഞാനത് കൊണ്ടു കൊടുത്ത് എൻ്റെ ഓർമ്മയിൽ ഒരല്പം അകലം, വീടിന് അകലം കൂടുതലുള്ള കൊണ്ടാണെന്ന് തോന്നുന്നു, മുസ്ലിമിന്റെ വീട്ടിൽ ഞാനത് കൊണ്ടുപോയി കൊടുത്ത ഓർമ്മയില്ല. അടുത്ത് താമസിക്കുന്ന രവിചേട്ടന്റെ വീട്ടിലും പാപ്പച്ചൻ ചേട്ടന്റെ വീട്ടിലും ഉള്ള ചെറുപ്പത്തിൽ ഞാനത് കൊടുത്തിട്ടുള്ളൂ. കാരണം തൊട്ടടുത്ത് താമസിക്കുന്നവർ ഇത്തിരി താഴെയാണ് അവിടെ കാക്ക താമസിക്കുന്നത്. അപ്പൊ ഇതാണ് ഇസ്ലാം. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലം. ഇത് ഹദീസാണ്. ജമാൽ സാഹിബും പറയും ഈ ഹദീസ്. ഞാൻ പറഞ്ഞ ഇതേ ഹദീസ്, ഇതേ വചനത്തിൽ പറയും. ഏത് മുസ്ലിം പണ്ഡിതന്മാരും പറയും, ലൈസൽ മുഅ്മിൻ, ഒരുത്തനും വിശ്വാസിയല്ല, അല്ലദീ യശ്ബഉ, വയറ് നിറച്ചുണ്ട ഒരുത്തനും വിശ്വാസിയല്ല. ലൈസൽ മുഅ്മിൻ അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, അവന്റെ അയൽക്കാരൻ അവന്റെ അയലത്ത് പട്ടിണി കിടന്നുറങ്ങുന്നു. അപ്പോൾ വയറ് നിറച്ചുണ്ടവൻ എൻ്റെ അനുയായിയല്ല, വിശ്വാസിയല്ല. വഹുവ യഅലമു, അവനത് അറിഞ്ഞിരുന്നു. അറിയാതെയാണ് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അവൻ അറിഞ്ഞില്ല, അന്നത്തെ അയലത്തെ വീട്ടിൽ തീ പിഴഞ്ഞിട്ടില്ല, അവർ പട്ടിണിയാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോകട്ടെ, അറിഞ്ഞിട്ടന്നവൻ വയറ് നിറച്ചുണ്ടാൽ ഉറപ്പ് അവൻ എൻ്റെ ആളല്ല, അവനൊരു മുസ്ലിമുമല്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഈ മതമൊക്കെ ഞാൻ പിന്നെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്രയൊക്കെ ഉള്ളൂ. മാനുഷിക ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്ന ഒന്നും മതമല്ല. പക്ഷേ ദൈവത്തിന്റെ ഏകതയെ മാനിക്കുകയും അവന്റെ ആരാധനകളെ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ തത്വത്തിൽ നാം ഉറച്ചു നിൽക്കും. മറ്റുള്ള സഹോദരങ്ങൾക്ക് അവരുടെ ആരാധന അതുപോലെ നിർവഹിക്കാൻ അവകാശമുള്ളതുപോലെ ആരും അക്കാര്യത്തിൽ ആരെയും നിർബന്ധിക്കില്ല. എൻ്റെ വീട്ടിൽ, എൻ്റെ പള്ളിയിൽ ഒരു ആവശ്യത്തിന് കയറി വന്നാൽ, ഒരു ഹിന്ദു സഹോദരൻ കയറി വന്നാൽ പലതിനും വേണ്ടി പലപ്പോഴും വരും, സഹായം തേടി പലപ്പോഴും വരാറുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഹിന്ദുക്കളായ ആളുകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അവരാരും നമ്മുടെ നിസ്കാരത്തിൽ കൂടിയിട്ടല്ല എന്തെങ്കിലും തരണേന്ന് ചോദിക്കുക. എടാ, പള്ളിയിൽ വന്നിട്ടോ അവൻ നിസ്കരിച്ചിട്ടില്ല, അവൻ എന്നിട്ട് സഹായം ചോദിച്ചേക്കുന്നു എന്നൊരു മുസ്ലിം ഇന്നുവരെ വിചാരിച്ചിട്ടില്ല. അവന്റെ മാനുഷിക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് എൻ്റെ ജമാഅത്ത് കമ്മിറ്റി പലയിടത്തും എഴുതിത്തരും. ഒരു അമുസ്ലിം സഹോദരന് ഞാൻ ആ മുസ്ലിം അങ്ങോട്ട് വിടും. എന്തിനാ അമുസ്ലിം എന്ന് പ്രത്യേകം പറയണം? സഹായം ചോദിക്കുമ്പോൾ മുസ്ലിമോ അമുസ്ലിമോ എന്നുള്ള പ്രശ്നമല്ലോ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് എഴുതുന്നു, ഒരു അമുസ്ലിം സഹോദരിക്ക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ അമുസ്ലിം വിട്ടിട്ട് ഒരു സഹോദരിക്ക് വേണ്ടി എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വേണമെങ്കിൽ കടലാസിന്റെ ഒരു ഞാൻ കാട്ടിത്തരാം കുറിച്ച് വന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, അവന്റെ രോഗശാന്തിക്ക് വേണ്ടി എന്റെ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതിന് എന്റെ മതം തടസ്സമല്ല. പ്രയാസം അനുഭവിച്ച ഒരു സഹായം തേടി ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ എൻ്റെ പള്ളിയിൽ കയറി വന്നാൽ, അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞാൽ കിട്ടൂലേ? അപ്പൊ ചിലപ്പോൾ അവർ പറയാറുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന്. അവിടെ ഒന്നും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നവരെ ഒന്നും കിട്ടൂല ഇമാമയെന്ന് പറയും എന്നോടത്ത്. ശരിയാണോന്നറിയില്ല, കിട്ടുമായിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതായിരിക്കും, അങ്ങനെയും പറയും. എന്തോ ആകട്ടെ, സന്തോഷത്തോടു കൂടി നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച പോരെ. പക്ഷെ ആരാധനകൾ ദൈവത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല, ആരാധനകളിൽ മായം ചേർക്കണമെന്നല്ല. ഹിന്ദു നിസ്കരിക്കണം, എൻ്റെ പള്ളിയിൽ വന്നാൽ അവന് സഹായം കൊടുക്കണമെങ്കിൽ ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഹൈന്ദവന്റെ ഒരു ആരാധനാ സ്വഭാവമുള്ള ഒരു കാര്യത്തിൽ ഹിന്ദു സഹോദരനോടൊപ്പം നിൽക്കുന്ന ഒരു മുസ്ലിം പങ്കുചേരണമെന്ന് ഹിന്ദു നിർബന്ധിക്കരുത്. എത്രയോ കാലങ്ങളായി നമ്മൾ ഈ നിലവിളക്ക് കൊളുത്തലൊക്കെ ആയിട്ട് വരുന്ന വിവാദത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലവിളക്ക് കൊളുത്തുന്നത് ഒരു വെളിച്ചത്തിന് മാത്രമല്ലെന്ന് ഹിന്ദു സഹോദരങ്ങൾക്ക് നന്നായി അറിയാം. കാരണം ഈ സൂര്യപ്രകാശത്തിൽ പട്ടാപ്പകലൊരു സൽക്കർമ്മം തുടങ്ങാൻ തീരുമാനിച്ചാൽ ഈ ഹിന്ദു നട്ടുച്ചയ്ക്ക് ഇവിടെ നിന്നുകൊണ്ട് നിലവിളക്ക് കൊളുത്തും. അത് വെളിച്ചത്തിനല്ലല്ലോ, സൂര്യപ്രകാശം കത്തി നിൽക്കുമ്പോൾ വെളിച്ചത്തിനല്ല. അത് അഗ്നിയെ ഭഗവാനായി കാണുന്ന ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ അഗ്നിയുടെ ഭഗവാനെ ആവാഹിക്കുകയാണവൻ. അതവന്റെ വിശ്വാസമാണ്. അവന് ഒരുപാട് ഭഗവാന്മാരുണ്ട് ഈ സങ്കല്പത്തിൽ. വിദ്വാൻമാർ പലതായി അവതരിപ്പിച്ച കൂട്ടത്തിൽ പല ഭഗവാന്മാരുണ്ട്. ആ ഭഗവാനെ ആവാഹിക്കുകയാണ്. ആ ആവാഹിച്ചുകൊണ്ട് ഒരു ആരാധനാപരമായിട്ടാണ് യഥാർത്ഥത്തിൽ വിളവിളക്ക് കൊളുത്തുന്നത് എന്ന് അതിന്റെ ആചാര്യന്മാർ തന്നെ പറയുമ്പോൾ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ NSSന്റെ നാരായണ പണിക്കർ സാറ് നിലവിളക്ക് കൊളുത്താൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും, ഇത് വേറെ ആരും കൊളുത്തണ്ട, ഞാൻ തന്നെ കൊളുത്തിക്കോളാം. അദ്ദേഹം ആ 8 തിരി ആണെന്ന് തോന്നുന്നു അതിനടുത്തിടാറുള്ളത് അല്ലേ. ആ തിരി മുഴുവൻ പണിക്കർ സാറ്, ഞാൻ ഒരുപാട് 8 വർഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് പടികൾ പങ്കെടുത്തിട്ടുണ്ട്.
പണിക്കർ സാർ പറയും ഞാൻ തന്നെ കൊളുത്തിക്കോളാം, അതാണ് അതിൻ്റെ ആചാരമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ ആചാരം അങ്ങനെ വന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ നിലവിളക്ക് കൊളുത്തൽ വന്നത് എന്നതുകൊണ്ടാണ്. അതിനെ ഞാൻ മാനിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അല്ല, അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലവിയും കൂടെ കൊളുത്തിയാലേ ഉള്ളൂ, മൗലവി മതസൗഹാർദ്ദമുള്ള ആളാവും എന്ന് ആരും നിർബന്ധിക്കരുത്. കാരണം അതിനകത്തൊരു ആരാധനാപരമായ വിഷയമുണ്ട്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആകെ ഒരു വ്യത്യസ്തത ഏകദൈവത്തെ ആരാധിക്കാവൂ എന്നുള്ളതാണല്ലോ. ആ ഒരു വ്യത്യസ്തതയ്ക്ക് വിരുദ്ധമാകുമെന്ന് വിചാരിച്ചിട്ട് ഈ മുസ്ലിം സഹോദരൻ സന്തോഷത്തോടുകൂടി ഹിന്ദു നിലവിളക്ക് കൊളുത്തുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയും അതിനെ കൈയടിച്ച് അവൻ്റെ ആരാധന എന്നതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ ഭാഗഭാക്കാകാതെ നിൽക്കുന്നത് ഹിന്ദു ഇസ്ലാമിൻ്റെ പള്ളിയിൽ വരുമ്പോൾ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നത് പോലെയുള്ളൂ. അതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? അതിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ലല്ലോ. അല്ലാതെ അത് വെളിച്ചത്തോടുള്ള വിരോധമോ ഹിന്ദുവിനോടുള്ള വിരോധമോ ഒന്നുമല്ല. എന്നിട്ട് ആ ഹിന്ദുവിന് സഹോദരത്വേന എല്ലാ സ്നേഹവും പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ ഇടയിൽ വ്യാപിപ്പിക്കണം. അതായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം. ആ പൈതൃകത്തിന് വിഘാതമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു വേറെയാണ്, ക്രിസ്ത്യാനി വേറെയാണ്, മതം നോക്കിയിട്ടാണ് ആളുകളുടെ പൗരത്വം, മതം നോക്കിയിട്ടാണ് ആളുകൾക്ക് എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് തിരുത്താൻ കഴിയണം. നമ്മുടെ നല്ല ജീവിതം കാട്ടിക്കൊടുത്ത് നമുക്ക് വേണ്ട, നമുക്ക് സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണം. ഒരു ഭഗവാനും തൻ്റെ സമസൃഷ്ടങ്ങളായ തൻ്റെ സൃഷ്ടികളായ മനുഷ്യരിൽപ്പെട്ട ഒരുത്തനെ വകവരുത്തിക്കൊണ്ട്, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കാരണമില്ലാതെ വകവരുത്തിക്കൊണ്ട് തന്നിലേക്ക് കടന്നു വരുന്നവന്റെ ആത്മാവിന് മോക്ഷം നൽകാൻ ഒരു ഭഗവാനും കാത്തിരിപ്പില്ല എന്ന് ഓരോ ഹിന്ദുവും പറയണം, ഒരു അള്ളാഹയും കാത്തിരിപ്പില്ല എന്ന് ഓരോ മുസ്ലിമും പറയണം. ആ നിലയിലാക്കാൻ പറ്റണം. അപ്പൊ പള്ളിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, പള്ളി വിശാലതയുടെ ഒരു ലോകമാണ്. പള്ളി എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട്, ഇന്ന അവ്വല ബൈത്തിന്, ആദ്യത്തെ പള്ളി മക്കയിലെ കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. ഖുർആൻ പറഞ്ഞു, ആദ്യത്തെ ഭവനം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഭവനം ലല്ലദീ ബിബക്ക, മക്കയിലെ പള്ളിയാണ്. മനുഷ്യർക്കാണ് പള്ളി, മനുഷ്യർക്കുള്ളതാണ്. ഒരു മനുഷ്യൻ പ്രശ്നപരിഹാരം തേടി പള്ളിയിൽ വരണം. എല്ലാ മനുഷ്യർക്കും വരാം, അവന് പ്രശ്നമുള്ളപ്പം വരാം. ആരാധിക്കാൻ വേണ്ടിയുള്ളവർക്കാണെങ്കിൽ പോലും ആരാധന ഇല്ലാത്ത മനുഷ്യർക്കും പള്ളിയിൽ വരാം. അവനൊരാവശ്യമുണ്ട് പള്ളി വന്ന് പറയാം. നമ്മുടെ നാടുകളിൽ സ്നേഹമുള്ള ആളുകൾ, അകലം മനസ്സിൽ തോന്നാത്ത ആളുകൾ അങ്ങനെ വരികയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലല്ലദീ ബിബക്കൻ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട ആദ്യത്തെ ഭവനം മക്കയിലെ പള്ളിയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയെന്നല്ല അവിടെ പറഞ്ഞത്, ലിന്നാസ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ, മുസ്ലിമീന്ന് പോലും അല്ല. അവിടെ മക്കയിൽ ജനങ്ങൾ, അവിടെ ആ പള്ളിയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ് കേട്ടോ. സമാധാനത്തിനെതിരിൽ ഒരു സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാം തന്നെ, അതിൻ്റെ പേര് തന്നെ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്ന പദത്തിൽ നിന്നാണ്. സമാധാന നിർമ്മിതി, സമാധാനം സൃഷ്ടിക്കുകയാണ് ഇസ്ലാം. സലാം സമാധാനം, ഇസ്ലാം സമാധാനം ഉണ്ടാക്കൽ. സമാധാനം ഉണ്ടാക്കൽ, സമാധാനം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഇസ്ലാം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, അവന് വേണ്ടി അവനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം മനുഷ്യനെ കാണുമ്പോൾ ഇസ്ലാമിൽ ഒരു അഭിവാദ്യമുണ്ട്. എന്താണ് അഭിവാദ്യം? ഏത് മനുഷ്യനെ കണ്ടാലും അവനോട് മിണ്ടരുത്, തീണ്ടരുത്, തൊടരുത് എന്നല്ല ഇസ്ലാം പറയണത്, മിണ്ടിയേ പറ്റൂ. മനുഷ്യനെ കണ്ടാൽ മിണ്ടണം. നിന്റെ മനുഷ്യ സഹോദരനെ പുഞ്ചിരിയോടെ നിനക്കൊന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നീ നോക്കിയിരിക്കണം പ്രവാചകൻ. അത് നിനക്ക് ധർമ്മമാണ്, പുണ്യമാണ്, നിന്റെ പരലോക മോക്ഷത്തിന് കാരണം. ഏത് മനുഷ്യനെ? എൻ്റെ സഹോദരനായ അയ്യപ്പനെ, എൻ്റെ സഹോദരനായ അല്ലെങ്കിൽ ഔസേഫിനെ, എൻ്റെ സഹോദരനായ അബൂബക്കറിനെ, ആരെയായാലും മനുഷ്യനെന്നുള്ള നിലയിൽ ഒരു മാതാപിതാവിൻ്റെ മക്കളല്ലേ നമ്മൾ? ആദം ഹവ്വ എന്ന് പറയുന്ന ആദി പിതാവിൻ്റെയും ആദി മാതാവിൻ്റെയും മക്കളാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഉദരൻ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയ്ക്ക് പറന്നവൻ എന്നാണല്ലോ ഉദരൻ, സഹോദരൻ. ആരാ സഹോദരൻ? അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാ. നിന്റെ ഉദരനെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു അമ്മയ്ക്ക് പറന്ന നിന്റെ സഹജീവിയെ നീ കണ്ടുമുട്ടിയാൽ അവനെ കാണുമ്പോൾ ചിരിക്കണം. നീ ചിരി പോലും പിശുക്കുന്ന ഒരു ലോകമാണ്. ചിരിക്കാൻ, വെറുതെ ഒന്ന് കടന്നു പോകുന്ന സഹോദരനോടൊന്ന് ചിരിക്കാൻ നമുക്ക് എന്താ മടി അല്ലേ? അവൻ എൻ്റെ ആളാണെന്ന് ഉറപ്പുവരുത്തിയാലേ ചിരിക്കുള്ളൂ. പോരാ, ഇസ്ലാം പറയണു, ഇസ്ലാം സമാധാനമാണ്. സമാധാനത്തിന് ആദ്യം വേണ്ടത് സമാധാനത്തിന്റെ മന്ത്രങ്ങളാണ്. സമാധാനം നിങ്ങൾ നേർന്നുകൊണ്ടിരിക്കണം. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാവൂല എന്ന്. അതിനാ ഇസ്ലാം. അസ്സലാമു അലൈക്കും പറയുമ്പോൾ ചില ആളുകൾക്ക് പേടിയാ, പിന്നെന്തോ ഭയങ്കര ഭീകര പ്രവർത്തനത്തിന് ആഹ്വാനം നൽകുകയാണെന്നൊക്കെ ചില ആളുകൾ വിചാരിക്കും.
അതൊന്നുമില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സഹോദര, ഇസ്ലാം സമാധാനമാണ്. ദൈവത്തിന്റെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച നമ്മുടെ ഉടമസ്ഥനായ കർത്താവിന്റെ പടച്ചവന്റെ ആദിപരാശക്തിയുടെ സമാധാനം നിനക്ക് ഭവിക്കട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമായി, സമാധാനം ഉണ്ടാക്കലായി. കാരണം ഇങ്ങനെ വരുന്ന ഒരു മുഖാമുഖം വരുന്ന ഒരു സഹോദരനോട് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ നേരെ കടാറിലുണ്ടോ? പിന്നെ ചുണ്ടോ? ഇസ്ലാം അതാണ്, ആ സമാധാനമാണ്. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിനാ പേടിയില്ലാതെ നിനക്ക് എപ്പോഴും നമുക്ക് ഈ വഴിയിൽ കണ്ടുമുട്ടാം എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടാൽ അസ്സലാമു അലൈക്കും, നിനക്ക് എന്റെ സമാധാന മന്ത്രങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും കൂട്ടുകാരാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പള്ളിയിലേക്ക് വരുന്നു, അവൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു. അവസാനം സലാം വിട്ടുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് പറയുന്ന വർത്തമാനങ്ങൾക്കൊക്കെ ശേഷം അവിടെ നിന്ന് പിന്തിരിയുമ്പോൾ അസ്സലാമു അലൈക്കും, അടുത്തിരിക്കുന്ന സഹോദരന് സലാം പറഞ്ഞോണ്ടാ വലത്തോട്ട്, അസ്സലാമു അലൈക്കും ഇടത്തിരിക്കുന്ന സഹോദരനോട് കഴുത്ത് വെട്ടിച്ച് ഒരു സലാം അപ്പുറത്തും പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ തമ്മിലുള്ള സഹോദരത്വമാണ്. ഞാൻ ദൈവത്തെ മുന്നിൽ കണ്ട് എന്റെ അള്ളാഹുവിനെ ആരാധിച്ചു, അവന് കീഴ്പ്പെട്ടു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പ് നൽകി, അവൻ ആവശ്യപ്പെട്ട ആരാധന അർപ്പിച്ചിരിക്കുകയാണ്, സമ്പൂർണ്ണ സമർപ്പണം ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ഇനി എൻ്റെ ജീവിതം തുടങ്ങുകയാണ്. വലത്തോട്ട് നിനക്ക് സലാം എൻ്റെ, ഇടത്തോട്ട് നിനക്ക് സലാം എൻ്റെ, ഈ അസ്സലാമു അലൈക്കും പറഞ്ഞോണ്ടാ. ഇത് കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ നടക്കുന്ന ഒരു ആരാധന കണ്ടാലറിയാം, നമസ്കാരം തീരുന്നതോടുകൂടി തുടങ്ങുകയാണ് അല്ലാഹുമ്മ അന്തസ്സലാം. ഈ സലാം വീട്ടി, അത് കഴിഞ്ഞിട്ട് സലാമാണ് വീട്ടിയത്. സലാം പറഞ്ഞാണ് ഓരോ സഹോദരനും പള്ളി വന്നപ്പോൾ അവനെ കണ്ടപ്പോൾ സലാം പറഞ്ഞു. എന്തിനാ സലാം? ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ അള്ളാഹു ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പള്ളിയിൽ വരണം, എല്ലാ ബാങ്ക് കേൾക്കുമ്പോഴും വരണം, ഒരാൾ മാറി നിൽക്കാൻ പാടില്ല, എല്ലാവരും കണ്ടൊരു സലാം പറയണം. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളെല്ലാം ആ സലാമിലൂടെ വിളക്കി ചേർക്കണം, അതാണ് അതിന്റെ അർത്ഥം. 5 നേരം ആ പ്രക്രിയ നടക്കണം. അപ്പൊ ആരെങ്കിലും തമ്മിൽ ഇനി ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു തമ്മിൽ കണ്ടപ്പോൾ സലാം പറഞ്ഞു അവസാനിച്ചേ പറ്റൂ. അടുത്ത നേരം വരെ ആ ബന്ധത്തിന്റെ വിള്ളൽ നിലനിൽക്കരുത്. അതുകൊണ്ട് 5 നേരവും വന്ന് സലാം പറഞ്ഞ് കടന്നു വന്ന് ഏകനായ അള്ളാഹുവിന്റെ അടിമയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് തോളോട് ചേർന്ന് മുട്ടുകുത്തി ശിരസും നമിച്ച്, പടച്ചവനെ നിന്റെ അടിമയാണ് ഞാൻ, വലിയവനൊന്നുമല്ല, ഈ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാം എപ്രകാരം നിന്റെ മുമ്പിൽ സമന്മാരാണോ, ഓരോന്നിലും സമത്വമാണ്. കുനിയുമ്പോൾ ഒരുമിച്ച് കുനിയുന്നു, ഉയരുമ്പോൾ ഒരുമിച്ച് ഉയരുന്നു. അവിടെ പണക്കാരൻ എന്നില്ല, പാമരൻ എന്നില്ല. പ്രധാനമന്ത്രി നിന്നാലും പിറകിലാണ് വന്നതെങ്കിൽ പിറകിൽ തന്നെ നിൽക്കേണ്ടി വരും, മുമ്പിലിരിക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി ആയതുകൊണ്ട് മുമ്പിൽ നിന്ന് ഒരു സഹോദരൻ എഴുന്നേൽപ്പിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുമോ? പള്ളിയിൽ കൊടുക്കുമോ? കൊടുക്കില്ല. നമ്മൾ നരേന്ദ്രമോദി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കില്ല. ഒരു പ്രധാനമന്ത്രിക്കും മുമ്പിലിരിക്കുന്ന ഒരു സഹോദരന് പ്രധാനമന്ത്രി വന്നുകൊണ്ട് ഫ്രണ്ടിൽ സ്ഥാനം കൊടുക്കണമെന്ന് ഈ പള്ളിയിലില്ല. അങ്ങനെ എല്ലാവരും തുല്യരാണ് എന്ന് അംഗീകരിച്ചതിന് ശേഷം നീ എൻ്റെ സഹോദരനാണ്, നിനക്ക് എൻ്റെ സലാം ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവൻ കൈ ഉയർത്തി പിന്നെ പറയുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം, അള്ളാഹുവേ നീയാണ് ശാന്തി, നിന്നിൽ നിന്ന് വരണം ശാന്തി, വേറെ ആര് തന്നാലും ശാന്തി വരില്ല, മനഃശാന്തിയും സമാധാനവും നീ തന്നെ തരണം റബ്ബേ. അന്തസ്സലാം മിൻകസ്സലാം, നീയാണ് ശാന്തി, നിന്നാണ് ശാന്തി സമാധാനം. ഇലൈക യർജിഉ സലാം, സമാധാനം തിരിച്ചു പോകുന്നത് നിന്നിലേക്കാണ്. എൻ്റെ സമാധാനം പോയാൽ നിന്നിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടണം. ഹയ്യന റബ്ബന ബിസ്സലാം, അല്ലാഹുവേ സമാധാനത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയേ കാണുന്ന ഒരു ഹിന്ദുവിന്റെ നേരെ മെക്കെട്ട് കയറാൻ എങ്ങനെയാ പറ്റുമോ? ഒരു ക്രിസ്ത്യാനിയുടെ നേരെ മെക്കെട്ട് കയറാൻ പറ്റുമോ? ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആമുഖം ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇസ്ലാം. പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചടങ്ങുകൾ ഇത് തന്നെയാണ്. എന്തിനാണ് പള്ളിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നത്? അല്ലാഹു അക്ബർ, എടാ നിന്റെ വലിയവനായ, എല്ലാറ്റിലും വലിയവനായ അള്ളാഹ് വിളിക്കുന്നു, വരൂ എന്ന് വിളിക്കുന്നത് ആരെയും കൊല്ലാനുള്ള ആഹ്വാനത്തിനല്ല. വന്ന് നീ വണങ്ങി, അതുപോലെ തന്നെ നീ വഴങ്ങി, നീ വിനയാന്വിതനായി നിന്റെ അഹന്തയുടെ ആ ഉയർന്നു നിന്ന ശിരസ് മണ്ണിൽ കുനിച്ചു വെച്ച് നീ വിനീതനായി വിധേയനായി നീ മടങ്ങിപ്പോകണം എന്ന് ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്താനാണ് 5 നേരവും ഈ പള്ളികളിലേക്ക് വിളിക്കുന്നത്. എല്ലാവരും വരണം. കാരണം വന്നില്ല, അവൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ മറന്നുപോകും. മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടായാൽ പോരാ, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ ആ മനസ്സിലെ നന്മകൾ ചോർന്നു പോകുന്നു. മനുഷ്യന്റെ സ്വഭാവമാണ്. നന്മകൾക്കൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യനെല്ലാവരും കാരുണ്യമുള്ളവരാ. പക്ഷെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ കരുണ ചോർന്നു പോകും. പിന്നെ കരുണ ചെയ്യാൻ ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടൂല. അങ്ങനെ കുഴപ്പമുണ്ട്. ഏതൊരു പ്രവർത്തനവും നമ്മുടെ മനസ്സിലുള്ള നന്മകളെ പ്രവർത്തിച്ച് വലുതാക്കിക്കൊണ്ടിരുന്നില്ല എങ്കിൽ ആ നന്മകൾ ചോർന്നു പോകും. അതുകൊണ്ടാണ് ദാനം ചെയ്യാൻ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാ? കരുണയുടെ ഒരു വലിയ അടയാളമാണ്, ഒരു ബഹിസ്ഫുരണമാണെന്ത്? ഒരു സാധുവിന്റെ അവശത പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുമ്പോൾ അവന്റെ കരുണ വളരുന്നു. ദാനം ചെയ്യാത്തവനിലോ
ആ കരുണ ഉറഞ്ഞു പോകുന്നു. ദാനത്തിന് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ദാനം ചെയ്യാതെ 10 വട്ടം മാറി നിന്ന ഒരുത്തിന് 11ാമത് പിന്നെ ദാനം ചെയ്യാൻ പറ്റില്ല, കൈ കാശുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊടുത്തും പിന്നെയും കൊടുത്തും വീണ്ടും കൊടുത്തും നിന്റെ ഉള്ളിലെ റഹ്മത്തിനെ, കാരുണ്യമെന്ന വികാരത്തെ നീ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളിൽ ദൈവം എല്ലാ നന്മയും തന്നിട്ടുണ്ട് ഉള്ളിൽ, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ അത് മുരടിച്ചു പോകും. അതുകൊണ്ടാണ് 5 നേരവും നീ ഏകദൈവത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, 5 നേരവും അംഗീകാരത്തിന്റെ പ്രകൃതി രൂപമായ നമസ്കാരത്തിലൂടെ നീ ഏകദൈവത്തിന് വണങ്ങി നീ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ നിന്റെ മനസ്സിൽ ദൈവധിക്കാരം വളർന്നു വരും എന്നുള്ളത് കൊണ്ട് മനുഷ്യനെ ദൈവികമായ വിധേയത്വത്തിലേക്ക് ആവാഹിക്കുന്ന, ആനയിക്കുന്ന, അതിനുവേണ്ടി ക്ഷണിക്കുന്ന വിളംബരമാണ് പള്ളികളിൽ മുഴങ്ങുന്ന ബാങ്കിന്റെ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാതെ വേറൊന്നും അതിനകത്തില്ല. എന്നിട്ട് വന്നിട്ട് ഈ സലാം കൈമാറി നമസ്കാരത്തിൽ നിന്ന് സലാം കൊണ്ട് വിരമിച്ച് അല്ലാഹുവേ സലാമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം തരണമേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമാധാനം മതി, മറ്റൊന്നും വേണ്ടെന്ന് പറയുന്നവൻ സംഘർഷമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, തീവ്രവാദിയാകുമെന്ന് പറഞ്ഞാൽ, അവൻ ഭീകരനാകുമെന്ന് പറഞ്ഞാൽ അവനെന്ത് ഇസ്ലാമാ? ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതങ്ങളുടെ അന്തസത്ത, ഇതൊക്കെയാണ് നമ്മുടെ ആരാധനാലയങ്ങളുടെ അന്തസത്ത, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് നമുക്കൊക്കെ ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ നമുക്കൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഇതൊക്കെ പ്രത്യേകം ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊക്കെ ഇന്നലകളിൽ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നു ഇങ്ങനെയൊന്നും അല്ല എന്ന്. അങ്ങനെ പറയുന്ന മുസ്ലിങ്ങളും ഉണ്ട്, ചിലരൊക്കെ അങ്ങനെ പറയുന്ന ഹിന്ദുക്കളും ഉണ്ട്, അങ്ങനെ പറയുന്ന ക്രിസ്ത്യാനികളും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടുത്തുകൂടാ. അടുക്കാൻ പാടില്ലാത്ത ഒറ്റ കാര്യം ഇസ്ലാമിലുണ്ട്, ഏകദൈവ ആരാധന അല്ലാത്ത ഒരു കാര്യത്തിലും പങ്കുചേരാൻ പാടില്ല. ഉറപ്പാ. മറ്റുള്ളവർ ആരാധിച്ചോട്ടെ, അവരങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യണം, അതവർ ചെയ്യണം, അങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം. ഏകദൈവ ആരാധന അല്ലാത്ത ഒരാരാധനയുടെ അംശമുള്ള ഒന്നിലും പങ്കുചേരരുത്. ബാക്കി ഒന്നിലും പങ്കുചേരലിന് ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല. സഹജീവിതം, നല്ല അയൽപക്കം, നല്ല സൗഹൃദം, നല്ല സഹവർത്തിത്വം, ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇന്നലകളിൽ നമ്മുടെ പൂർവികന്മാർ ഇതറിഞ്ഞിരുന്നു, അംഗീകരിച്ചിരുന്നു. അവരൊക്കെ അതിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ലോകമാകെ ഇന്നും ഇസ്ലാമിന് അതിനപ്പുറത്തൊരു സന്ദേശമില്ല. ലോകത്തെവിടെയെങ്കിലും ഭീകരത നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിലും അതിന് മതം ഉത്തരവാദിയാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. കാരണം മതത്തിന് അതിൻ്റെ അന്തസത്തയോട് നീതി പുലർത്തേണ്ടതുണ്ട്. എല്ലാ മതവും അടിസ്ഥാനപരമായി ഏകദൈവത്തിൽ ഉണ്ണിയാണ് നിൽക്കുന്നത് എന്ന് എല്ലാ മതാചാര്യന്മാരും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവർ പറയുന്നു ത്രിത്വമാണെന്ന് ചിലർ പറയും. പക്ഷെ അവർ ത്രിത്വമെന്നല്ല, അതിനർത്ഥം ത്രിഏകത്വമെന്നാണ്. ട്രിനിറ്റി നമുക്ക് മനസ്സിലാകുന്നില്ല. 3 ദൈവത്തെ അവർ അവതരിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർ ആ ത്രിത്വത്തിൽ ഏകത്വം കാണുന്നുണ്ട്. അതാണ് ട്രിനിറ്റി. ത്രിഏകത്വമാണ്, ത്രിത്വമല്ലല്ലോ. അപ്പൊ ഏകത അതിലുമുണ്ട്, ഹൈന്ദവതയിലുമുണ്ട് എന്നതിൻ്റെ ആചാര്യന്മാർ ഇസ്ലാമിലും അതുണ്ട്. അപ്പം അടിസ്ഥാനപരമായി നമ്മൾ ഏകമാണ്, ഏകദൈവത്തെ മാനിക്കുന്നവരാണ്, ആ ഏകദൈവത്തിൻ്റെ സൃഷ്ടങ്ങളാണ് എന്ന് അംഗീകരിച്ചും ഉൾക്കൊണ്ടും നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ. എൻ്റെ പേര് ബൈജു എന്നാണ്. ഇപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ 3 സംസ്കാരങ്ങളിലും എല്ലാം അടിസ്ഥാന സ്വഭാവം തന്നെ ഒരു സ്നേഹമാണെന്നല്ലേ പറയണം. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുയിസത്തിലാണെങ്കിലും പറയുന്നുണ്ട്, മാനവസേവ തന്നെയാണ് മാധവസേവ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ദൈവപ്രീതിക്ക് ചെയ്യേണ്ട കാര്യം അതാണെന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യൻസിൽ പറയുന്നുണ്ട് ശരിക്കും അയൽക്കാരനെ സ്നേഹിക്കുക, അവരുടെ ദുഃഖങ്ങൾ അറിയുക എന്നുള്ളത് പറയുന്നുണ്ട്. ഇസ്ലാം പണ്ഡിതന്മാർ എഴുതി വെച്ചത് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, ധനികൻ്റെ ദഹനക്കേട് എപ്പോഴും ദരിദ്രൻ്റെ വിശപ്പിൻ്റെ ഏറ്റവും വലിയ പ്രതികാരമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സക്കാത്ത് അവരുടെ അവകാശമാണെന്ന് സൂചിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഇത് ഈ മൂല്യങ്ങൾ, സ്നേഹം, ദയ, കാരുണ്യം എന്നുള്ള അടിസ്ഥാന മൂല്യങ്ങളെ എത്ര ഭംഗിയായിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ കഴിയുന്ന വിധത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സഹോദരൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒരുമിച്ച് ഇത്തരം ഒരു നന്മ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ എല്ലാ മതവിഭാഗത്തിൻ്റെയും ആളുകൾക്ക് ഒന്നിച്ച് ഒരു സമിതിയോ ഒരു സംവിധാനമോ ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ടായി കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് നന്മ കൂട്ടായി പ്രവർത്തിക്കുന്നതിന് സഹായകമാകുമെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് സാധിക്കുന്ന ഒരു നാളെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെയൊക്കെ ഈ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു ആശയം അവരുമായി ബന്ധപ്പെട്ട് പ്രതിനിധീകരിക്കുന്ന മതവിഭാഗങ്ങളോട് പങ്കുവെച്ച് വേണമെങ്കിൽ അതിൽ സഹകാരികളാകാൻ നമുക്കൊക്കെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് കരണീയമായിട്ടുള്ളൂ. എത്രയും നന്നായിരിക്കും, തീർച്ചയായിട്ടും അതുണ്ടാകണം. എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു വെൽഫെയർ അല്ലെങ്കിൽ ഒരു ചാരിറ്റിയുടെ ഒരു സംവിധാനം ഓരോ നാടുകളിലും ഉണ്ടാകുമെങ്കിൽ
തീർച്ചയായിട്ടും അതിന് ജാതി മതങ്ങൾക്ക് എല്ലാം അതീതമായി ഉണ്ടാകുമെങ്കിൽ അതിന് മതനേതാക്കൾ തന്നെ പലയിടത്തും നടക്കാറുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അത് മതനേതാക്കൾക്ക് വലിയ റോളൊന്നും കാണില്ല, എല്ലാവരും ചേരും. പക്ഷെ മതാചാര്യന്മാർ, അതാത് നാട്ടിലെ മതാചാര്യന്മാർ തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളാണ് മുമ്പിൽ. ക്രിസ്ത്യാനി ആകണമെന്നില്ല, മുസ്ലിം ആകണമെന്നില്ല, ഹിന്ദു ആകണമെന്നില്ല. പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അഭിമുഖീകരിക്കുന്നത് അവിടെ സമാഹരിക്കപ്പെടുന്ന തുക നൽകുന്ന ആ നിലയിലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായി വരട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹം കൂടുതൽ വിപുലീകരിക്കപ്പെടും, വ്യാപകമാകും. നമുക്കതിനു വേണ്ടി ആശിക്കാം. അതാണ് ഈ അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതുപോലൊരു നല്ല സംഗമം ഒരുക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മൾ പങ്കെടുത്ത് നമ്മൾ പിരിയാൻ പോകുന്നത്. പള്ളി എന്താണ്, നേരത്തെ ആമുഖ ഭാഷണത്തിൽ ബഹുമാന്യനായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ അറിയാത്തതിൻ്റെ ശത്രുക്കളാണ്. എന്താണ് പള്ളി, എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ പള്ളിയുടെ സന്ദേശം എന്താണ്, എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അറിയാൻ നമുക്ക് കഴിയണം. ഇതിൽ നിന്ന് ആരെയും വിലക്കാനോ ആരെയും മാറ്റി നിർത്താനോ നമുക്കൊരു അർഹതയുമില്ല. ആർക്കും കാണാൻ കഴിയുന്ന തുറന്നിട്ട വാതിലുകളാകണം ആരാധനാലയങ്ങൾ. അതെല്ലാ ആരാധനാലയങ്ങളും അങ്ങനെ തന്നെയാകണം. എങ്കിൽ നമുക്ക് പരസ്പരം അറിയാൻ കഴിയും, പരസ്പരം നമുക്ക് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പ്രിയങ്കരനായ കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ഞാൻ എൻ്റെ ലോകത്ത് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നു, പക്ഷെ നമുക്കൊന്നായി, നേരത്തെ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞല്ലോ, നമുക്ക് ഒരുമിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ഇനിയും നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയണം. നമുക്ക് ഏകോദര സഹോദരന്മാരാണ്, ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവ സേവയാണ് മാധവ സേവ, മനുഷ്യനെ സേവിച്ചാണ് ദൈവത്തിലേക്ക് എത്താൻ കഴിയുക. ആ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മൾ ജീവിക്കുന്ന ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലമൊക്കെ മതങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഒരുപാട് പ്രതീക്ഷയുടെ ഒരുപാട് ചിഹ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ പണിതുകൊടുത്ത പള്ളികളിൽ ആരാധനകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി പണിത ക്ഷേത്രങ്ങളിൽ ആരാധനകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആരാധനാലയങ്ങൾ പരസ്പരം പണിതു കൊടുക്കുന്ന, ആ ആരാധനാലയങ്ങളിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്ന, അവിടെ ഒരു പ്രളയം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ആരാധനയ്ക്ക് വേണ്ടി ആ ഇടം തുറന്നു കൊടുക്കുന്ന. ഇപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്താണ് കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും ഈദ് നമസ്കാരം നടന്നിരുന്നു. പെരുന്നാൾ നമസ്കാര സമയത്ത് പള്ളികളിൽ ചെളി നിറഞ്ഞ സന്ദർഭത്തിൽ വളരെ സൗഹൃദ മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി സുമനസ്സുകൾ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്ത അവിടങ്ങളിൽ ഈദ് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരുപാട് നന്മയുടെ തുരുത്തുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇത് ഏകോപിപ്പിക്കാൻ കഴിയട്ടെ. മതത്തിന്റെ സന്ദേശം കേവലമായ ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മതത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് ഇറങ്ങലാണ്. ദൈവം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ആരാധനാലയങ്ങളിൽ ഭക്തിപൂർവ്വം ഇരുന്ന് ഒരുപാട് ആരാധനകൾ അർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് സപ്പോസ് അയാൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ ദൈവത്തിന് വേണ്ട. ഇതൊരാൾ ഭയങ്കര ആരാധന ചെയ്യുന്ന ഒരാളാണ്, പള്ളിയിൽ കൃത്യമാണ്, പക്ഷെ മനുഷ്യന് വളരെ ശല്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. ഒരു സ്ത്രീയുണ്ട്, ഭയങ്കര ഭക്തയാണ്, നമസ്കാരം, ഒരുപാട് ദാനം കൊടുക്കും, പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവര് വലാകിൻ തുഅ്ലി ജീറാനഹ, അയൽവാസികൾക്ക് ഇത്തിരി ശല്യം ഉണ്ടാക്കുന്ന സ്ത്രീയാണ്. നമ്മുടെ ഒരു മതസങ്കല്പം വെച്ചിട്ട് അതൊരു വലിയ പ്രശ്നമല്ലല്ലോ. നല്ല ആരാധന നിർവഹിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ അടുത്ത ആളാണ് എന്നാണ് നമ്മൾ പലപ്പോഴും ധരിക്കാറ്. മുഹമ്മദ് നബി പറഞ്ഞത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. മനുഷ്യനുമായി ബന്ധമില്ലാതെ, മനുഷ്യന് സേവനം ചെയ്യാൻ കഴിയാതെ, മനുഷ്യന്റെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയാതെ, മനുഷ്യന്റെ നീറ്റലുകളെ മനസ്സിലാക്കാൻ കഴിയാതെ ആരാധനാലയങ്ങളിൽ മാത്രം തളച്ചിടപ്പെടുന്ന ഒരു മതകീയതയല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാം, അതിൻ്റെ വേദഗ്രന്ഥം, അത് മനുഷ്യരെ പഠിപ്പിക്കുന്നത് അതല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ തെറ്റിദ്ധാരണകൾ, വലിയൊരു തെറ്റിദ്ധാരണ കൂടി നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ഒരു വേദഗ്രന്ഥം, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ഒരു പ്രവാചകൻ.
അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു ദൈവം, ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്, ഖുർആൻ എല്ലാ മനുഷ്യർക്കുമുള്ള ഹുദൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അള്ളാഹു മുഴുവൻ മനുഷ്യരുടേതുമാണ്, മുഹമ്മദ് നബി എല്ലാ മനുഷ്യരുടേതുമാണ്. ഇങ്ങനെ ദൈവത്തെ, ഏകദൈവത്തെ എല്ലാ മനുഷ്യരുടേതുമായി കണ്ട്, ആ ദൈവത്തെ പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരെ മുഴുവൻ മനുഷ്യരാശിയുടെയും സ്വത്തായി കണ്ട്, വേദഗ്രന്ഥങ്ങളെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതായി കണ്ട് നമുക്ക് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതിന് ഇത്തരം നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ, ഇതിൻ്റെ എക്സ്റ്റൻഷനുകൾ ഉണ്ടാകണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടുകളിലെ പള്ളികൾ ഇതുപോലെ ഒരുമിച്ച് ചേരാൻ കഴിയുന്ന വിധത്തിൽ ഓപ്പൺ മസ്ജിദുകൾ ഇനിയും നടക്കട്ടെ, ഓപ്പൺ ചർച്ചുകൾ നടക്കട്ടെ, ഓപ്പൺ ടെമ്പിളുകൾ നടക്കട്ടെ. നമുക്ക് ഒരുമിച്ചിരുന്ന് പരസ്പരം സ്നേഹം പങ്കിടാൻ, അത് നമ്മുടെ നാട്ടിൽ നന്മയായി വികസിക്കാൻ, നമ്മുടെ നാടിനെ അതിനെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പൂതലിപ്പുണ്ടെങ്കിൽ അതിനെ കറകളഞ്ഞ് നന്നാക്കുവാനൊക്കെ നമ്മുടെ ഈ സംഗമങ്ങൾ ഉപകരിക്കുമാറാകട്ടെ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, അതാണ് വേദങ്ങളുടെ, അതാണ് മതത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ അവസാന അധ്യായം അത് അന്നാസ് എന്നാണ്. ആദ്യത്തെ അധ്യായം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അധ്യായത്തിലും മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, അവസാനവും മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനാണ് അതിന്റെ കാതൽ. ഖുർആനിലെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഇൻസാൻ. ആ അധ്യായത്തിലും മനുഷ്യൻ അന്നം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ആ അധ്യായത്തിലും പറയാനുള്ളത്. ഈ സന്ദേശം, മാനവികതയുടെ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പള്ളിയിൽ നിന്ന് പിരിയാൻ കഴിയട്ടെ. ഈ പരിപാടിയോട് അവസാനിക്കുകയാണ്. ഓപ്പൺ മസ്ജിദ് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞു തരികയും ഞങ്ങൾക്ക് വളരെയധികം അറിവ് തരുകയും ചെയ്ത അലിയാർ ഉസ്താദിനോട് പ്രത്യേകം നന്ദി പറയുന്നു.